So guys, welcome back to yet another episode of yet another video of Maths at 360 degree with Sonia. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താ ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ, ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് എപ്പോഴും ഒരു ചേഞ്ച് ആവശ്യമാണല്ലോ. നമ്മൾ കോൺസ്റ്റന്റ്ലി ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ഒന്ന് ചേഞ്ച് ആവാന്ന് വിചാരിച്ചു. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മാറ്റുക. ഞങ്ങൾ ചാനലിൽ തന്നെ ഇപ്പൊ നിങ്ങൾ വ്യൂവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ കുറച്ചൊന്ന് ചേഞ്ച് ആവുന്നുണ്ടെന്ന്, അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ തമ്നെയിലിൽ തന്നെ ഇന്ന് കണ്ടിട്ടുണ്ടാവും. തമ്നെയിലിൽ എന്താ ക്യാപ്ഷൻ ഉണ്ടായിരുന്നത്? മാർച്ച് മാസത്തിലെ പരീക്ഷകൾക്ക് എങ്ങനെ ഒരുങ്ങാം. അപ്പോ ഈ മാർച്ച് മാസത്തിലെ പരീക്ഷകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എപ്പോഴും ഒരു എക്സാം, അത് കഴിഞ്ഞ് അവധിക്കാലം എന്നുള്ള ഒരു കണക്കിനാണ് എല്ലാ കൊല്ലവും ഈ മാർച്ച് ഏപ്രിലിൽ വരുന്നത്. അപ്പം ഈ മാർച്ച് മാസത്തിലെ പരീക്ഷകൾക്ക് ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്ന കുട്ടികളുണ്ടാവും. മാർച്ച് മാസത്തിൽ എപ്പോഴാണ് പരീക്ഷ എന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ടാവും. അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ വിട്ടുപോകുന്ന കുട്ടികളുണ്ടാവും. അപ്പം അങ്ങനെ എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് എങ്ങനെ പരീക്ഷകൾക്ക് എളുപ്പത്തിൽ ഒരുങ്ങാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇതിനകത്ത് കിട്ടുന്ന ടിപ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് മാർച്ചിൽ ഈ 2025 മാർച്ചിലെ പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നോക്കിയാലോ. അപ്പൊ ഗൈസ്, പരീക്ഷകൾക്ക് എങ്ങനെ പഠിക്കണം എന്നതിനേക്കാളും കൂടുതൽ പഠിക്കാൻ വേണ്ടി തോന്നണ്ടേ നമുക്ക്, അതെങ്ങനെ വരുത്താം എന്നതിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും മാർച്ച് മാസത്തിലെ പരീക്ഷകൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന്. അപ്പോ ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസം നമ്മൾ ഈ ഒരു 10ാം ക്ലാസ് +1 +2 ഡിഗ്രി കുട്ടികൾക്കൊക്കെ മാർച്ച് മാസം അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് പരീക്ഷകളുടെ കാലഘട്ടമാണ്, അല്ലെ? ഞങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ മാർച്ച് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ എപ്പോഴും വരിക പരീക്ഷ, പബ്ലിക് എക്സാം, മാർക്ക്, പഠിക്കണം. പക്ഷെ അതിനേക്കാളും ആ ചിന്തകളെക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് പഠനം ഒഴിച്ച് ബാക്കി നമ്മൾ വിനോദത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് ഭയങ്കരമായിട്ട് അത് ചെയ്യാനായിട്ട് താല്പര്യം തോന്നും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാർച്ച് ഏപ്രിലായിരിക്കും ആൺകുട്ടികൾക്കാണെങ്കിൽ അവർ വൈകുന്നേരങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്, ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. അത് കൂടുതലായിട്ട് എപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ തോന്നും, ഫുട്ബോൾ കളിക്കാൻ പോകാൻ തോന്നും. പെൺപിള്ളേരാണെങ്കിൽ ഇപ്പോ മീൻസ് അവര് തന്നെ കളിക്കുന്ന വീട്ടിൽ പെൺപിള്ളേര് കൂടി കളിക്കുന്ന കളികള്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ കുക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുക്കിംഗ് കൂടുതൽ ചെയ്യാനായിട്ട് തോന്നും, പഠിക്കാൻ തോന്നത്തില്ല. അതാണ് കാര്യം. അപ്പൊ ആ ഒരു തോന്നൽ വരുത്തുക, പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ വരുത്തുക എന്നുള്ളത് തന്നെയാണ് പരീക്ഷകൾക്ക് ഒരുങ്ങാനുള്ള ഏറ്റവും ആദ്യത്തെ ഘടകം. അപ്പൊ പഠിക്കണം എന്ന് തോന്നൽ വരുത്തുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചു തന്നെയാണ്. നമ്മൾ ഭാവിയിൽ എന്താവണം, നമുക്ക് എന്തെങ്കിലും ഒന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അല്ലെ? എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി, ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായി അത് കഴിഞ്ഞ് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്, അല്ലെ? 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു ജോലി, എവിടെയെങ്കിലും ഒരു ചെറിയൊരു ജോലിക്ക് നമുക്ക് കിട്ടും. അപ്പൊ 10ാം ക്ലാസ് കൊണ്ട് കാര്യത്തില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? +1 +2 പോകണം. അപ്പൊ +1 +2 കയറി കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പൊ വലിയ വിലയൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഡിഗ്രി, പി ജി കഴിഞ്ഞ് PhD അങ്ങനെ അങ്ങനെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടാവണം. എനിക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി വലിയ പൊസിഷനിൽ എനിക്ക് എത്തണം, നല്ലൊരു ജോലി, നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു തോന്നല് ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇപ്പൊ പരീക്ഷകൾക്ക് പഠിക്കാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ക്രിക്കറ്റ് കളി, അല്ലെങ്കിൽ ഫുട്ബോൾ കളി, അല്ലെങ്കിൽ ചുമ്മാ സാറ്റ് കളി, അങ്ങനെയുള്ള കളികൾ ഇപ്പൊ അതെല്ലാം കുറഞ്ഞു. അങ്ങനെയുള്ള കളികളെല്ലാം കുറഞ്ഞു. ഇപ്പൊ എല്ലാം മൊബൈൽ ഫോണാ. എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോണാ. അപ്പൊ ആ ഒരു മൊബൈൽ ഫോണിലെ ഗെയിം കളി അതെല്ലാം കുറച്ച് നിങ്ങൾ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം. ഞാൻ ഇനി കുറച്ച് നാളത്തേന് മൊബൈൽ ഫോൺ എടുക്കത്തില്ല, മൊബൈൽ ഫോൺ അങ്ങ് എടുത്ത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്താൽ റീൽ സ്ക്രോൾ ചെയ്യാനേ നമുക്ക് സമയമുള്ളൂ. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഷോർട്സ് കാണാനേ നമുക്ക് സമയത്തുള്ളൂ, അല്ലെ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം തീരുമാനിച്ച് കുറച്ച് ദിവസത്തേനൊന്ന് മാറ്റി വെക്കണം. കാരണം ഇപ്പൊ തന്നെ ജനുവരി കഴിഞ്ഞു, ഇനി ഫെബ്രുവരി ഉള്ളൂ. നമ്മുടെ 12 മാസങ്ങളിലെ ഏറ്റവും കുഞ്ഞു മാസമാണ് ഈ ഫെബ്രുവരി. ഫെബ്രുവരിയിൽ ആകെ 28 ദിവസം ഉള്ളൂ താനും. അത് കഴിഞ്ഞ് മാർച്ചിൽ അങ്ങ് എക്സാമും തുടങ്ങി. പിന്നെ ദാന്ന് പറഞ്ഞ് തീരും. പിന്നെ നമ്മള് ടെൻഷനായി, പേടിയായി,
ആ ഒരു സമയം പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും മുന്നേ തന്നെ മീൻസ് ജനുവരിയിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം തുടങ്ങി, പഠിക്കാൻ വേണ്ടിയുള്ള സമയം തുടങ്ങി എന്നുള്ള ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം +1 +2 10ാം ക്ലാസ് അതുപോലെ ബാക്കി ക്ലാസ്സുകളിലെല്ലാം പഠിക്കുന്ന 1ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ 12ാം ക്ലാസ് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇന്ന് തൊട്ട് ഈ ഒരു വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ തൊട്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങണം. അപ്പൊ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ലൈന് ഓരോ പേജ് എല്ലാം ഇങ്ങനെ അരച്ചു കലക്കി കുടിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, ഇതുവരെ ക്ലാസ്സിൽ ഇതുവരെ എന്തൊക്കെയാ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവര് ഒന്ന് കോൺഷ്യസ് ആവണം. കോൺഷ്യസ് ആവുക ഇൻ ദ സെൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു തുടങ്ങണം. അപ്പം അങ്ങനെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ നിങ്ങൾ ഈ ഒരു സമയം ഒന്ന് കോൺസെൻട്രേറ്റഡ് ആവണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് തോന്നും. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആൾക്ക് ഏറ്റവും വിഷമമുള്ള സബ്ജക്ട് മാത്തമാറ്റിക്സ് ആയിരിക്കും. അപ്പൊ ആ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. അപ്പം മാത്തമാറ്റിക്സ് സബ്ജക്ട് വേറെ ഏത് സബ്ജക്ട് ആണെങ്കിലും നിങ്ങൾ തുടങ്ങേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. അത് മുഴുവൻ പഠിക്കാണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഹൈലൈറ്റ് ഇൻ ദ സെൻസ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി റൂമിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എഴുതി മീൻസ് അവിടെ ഒട്ടിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിലിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഡിസ്കഷൻ പഠിക്കുക. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഒരാൾക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റേ ആൾക്ക് അറിയായിരിക്കും. അപ്പൊ അവർ തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ മീൻസ് ആ ഒരു നോളേജ് ഷെയറിങ് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കാര്യം ഉറച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവാണ്ടിരിക്കും. പിന്നെ കൂടുതലായിട്ട് കാണാപ്പാഠം പഠിക്കാണ്ടിരിക്കുക. കാണാപ്പാഠം പഠിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കൂടും. അപ്പം പരീക്ഷകളുടെ സമയത്ത് ടെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വില്ലനാണ്. അപ്പൊ ടെൻഷൻ അടിക്കാണ്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇനി ഇതിനെക്കുറിച്ച് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ എന്റെ ചാനലിൽ ഒത്തിരി അധികം വീഡിയോസ് സ്റ്റഡി മോട്ടിവേഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, അതിലെടുത്ത് നോക്കുക. അപ്പം ഷോർട്ട് നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ +1 +2 കുട്ടികൾക്ക് കാൽക്കുലേറ്റർ എക്സാമിന് യൂസ് ചെയ്യാം. അപ്പൊ കാൽക്കുലേറ്റർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അധികം യൂസ്ഫുൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് കാണുക. അതുപോലെ ഇതിന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അത് ആ ഒരു ടെൻഷൻ അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് തിരിച്ചും എനിക്കും എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള തിരിച്ചുള്ള റിയാക്ഷനും എനിക്ക് തരാനായിട്ട് പറ്റും. അടുത്ത വീഡിയോസിലൂടെ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ മാർച്ച് മാസത്തിലെ പരീക്ഷ പഠിച്ച് എഴുതിയാലോ. അപ്പം എന്തായാലും നല്ല മാർക്ക് മേടിക്കണം, നല്ലൊരു ജോലി കിട്ടണം, നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടണം എന്നുള്ള ചിന്തയിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോട്ടോ. എല്ലാവർക്കും മാർച്ച് മാസത്തിലെ പരീക്ഷ എളുപ്പമായിരിക്കും.